അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. നമുക്കൊക്കെ സുഖമാണെന്ന് നമ്മൾ വിചാരിച്ചിനും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ? നിങ്ങളൊക്കെ റെഡിയാണോ? അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമ്മളും റെഡിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എത്തപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടെന്നല്ലേ? ചിരിച്ചിട്ടത് എന്താണെന്നില്ല നിങ്ങൾക്ക് വയ്യേ മനസ്സിലാവും കേട്ടോ എന്താണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏതായാലും രാവിലെ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണേ. അപ്പം ഇനി അതവിടെ തിളച്ച് വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് ചാറുണ്ടാക്കണം. അപ്പോൾ അതിന് ചാറ്റിനുള്ള കടലയൊക്കെ നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇനി കുക്കറൊക്കെ ഒന്ന് മൂറി നമ്മൾ കടലയൊക്കെ ഒന്ന് കൂടിയൊക്കെ കേക്ക് എടുത്ത് കണ്ട് നമ്മളെ കുക്കർ കണ്ടിട്ട് കൊടുക്കട്ടോ. അപ്പോൾ കടല ചാറ് വെക്കുമ്പം കടി എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഊഹിച്ചാൽ അറിയാൻ നിങ്ങൾക്കറിയില്ല. ഏതായാലും അത് ആലോചിക്കുമ്പോൾ തന്നെ ചെറിയാണ് കേട്ടോ മക്കളെ. എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ചിലവർക്കൊക്കെ മനസ്സിലായിരിക്കും. ചിലപ്പം നമ്മളെ അങ്ങനെ ഒരു പേരിട്ടൊക്കെ ഇപ്പോൾ നമുക്ക് അതായാലും പേരും വന്നിക്കണം കേട്ടോ. ഈ ഒരൊറ്റ കടി ഉണ്ടാക്കിന്ന് ഇപ്പോൾ നമുക്കൊരു പേര് വന്നിക്കണേ. അതെന്താണെന്നുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ മനസ്സിലായേക്കും എന്താണെന്നുള്ളത്. പിന്നെ കമൻറ്റൊക്കെ വായിച്ചുകൊണ്ടവർക്കൊക്കെ അറിയാം. നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഇരട്ടപ്പേരും കൂടി ഉണ്ട് കേട്ടോ. ആ ഇരട്ടപ്പേര് ഉണ്ടായി നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിളിച്ചണീന് ചിലപ്പോൾ നമ്മളഞ്ഞി ചാനലിൻ്റെ പേര് ഇനിയിപ്പോൾ ഞാൻ അതാക്കിയാലോ എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പിന്നിപ്പം പറയണവന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിക്കണോ? ആ പേരിട്ട് വിളിച്ചിട്ട് ആൾക്ക് ചിലപ്പോൾ മനസ്സിലായിരിക്കും എന്താണ് കടിയെന്നുള്ളത്. പറയണില്ല കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ അതാക്കണേ നമ്മൾ കുക്കർക്ക് കടലയൊക്കെ ഇട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പെരിഞ്ചീരകം തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്പൂണ് കൂടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ സ്പൂൺ എടുത്ത് ഇട്ട് കൊടുക്കണം എന്തിനാണ്? തിളച്ചിന്താതാക്കാനാണ് വെച്ചിക്കണേ. അപ്പോൾ കടി ഇപ്പോൾ മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അത് കടിയാ തന്നെയാണ് പുട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ആരാവിടെ എനിക്ക് ഈ പുട്ടിന് കൈവശം തന്നേന്നില്ലേ? എന്താ അറിയില്ല മക്കളെ, നമ്മൾ തലേന്ന് ഇങ്ങനെ ഇരുന്നുങ്ങാണ്ട് ഇങ്ങനെ ആലോചിച്ചു എന്താ അപ്പം ഞാൻ ചായക്ക് കടീന്ന്. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇഞ്ച തൊള്ളിന്ന് പിന്നെ എത്ര റബ്ബേ നാളെ ചായക്ക് കടി ഉണ്ടാക്കണേന്ന്. അപ്പം ഇഞ്ച അപ്പുറത്തും ഇഞ്ച മക്കളറിയും ഇമ്മച്ചിയെ പുട്ടുണ്ടാക്കിക്കളീന്ന്. അപ്പോൾ പിന്നെ പുട്ടന്നെ. അപ്പോൾ പുട്ടന്നെയാണ് കേട്ടോ കടി. എനിക്കറിയില്ല മക്കളെ, ഏറ്റവും എൻ്റെ കുട്ടിയാക്കും ഭയങ്കര തൃപ്പതിയാണ് ഈ പുട്ടും കടലയും. എന്താപ്പോൾ കാട്ടണത്? അതുകൊണ്ടാണ് നമ്മൾ ഇന്നും പുട്ടന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. പുട്ടും കടലയും. എൻ്റെ മക്കളോട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഉത്തരം പഠിച്ചിട്ട് എത്തപ്പോൾ നാളെ രാവിലെ ഞാൻ ചായക്ക് കടി ഉണ്ടാക്കണമെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോകുന്നത്. നമ്മളെ കുട്ടികളറിയും ഇമ്മച്ചിയെ പുട്ടും കടലയും മതിമ്മ, അത് നല്ല രസമാണ് അറിയും. എന്നാൽ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് നമ്മളും കരുതും കേട്ടോ. ഇപ്പം അതുകൊണ്ട് എന്തായിന്നറിയാം, നമ്മൾ ഈ വീഡിയോ തുറക്കുമ്പോൾ എപ്പോഴും പുട്ട് കണ്ട് ഇങ്ങനെയൊക്കെ പിരാന്ത് പിടിച്ചിട്ട് തുടങ്ങിയേക്കും. അതേ പറഞ്ഞ മാതിരി തന്നെ ഇപ്പം നമുക്കൊരു പേരും വന്നിക്കണം കേട്ടോ. പുട്ട് താത്താന്നില്ലൊരു പേരും വന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ പറയുന്ന ആളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല. നമ്മളുടെ അടുക്കളയിൽ നിന്ന് ഈ പുട്ടല്ലേ. അപ്പോൾ പിന്നെ പുട്ടാത്തന്നല്ലാതെ ഇപ്പം എന്താ വിളിച്ചിരുന്നത്? അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ട് നമ്മളെ ചാനലിൻ്റെ പേര് ഇപ്പോൾ അൻഷൂസ് വേൾഡൊക്കെ മാറ്റി ഇപ്പോൾ പുട്ട് താത്താന്നാക്കിയാലോ എന്ന്. കാരണം ഒരുപാട് ദിവസം തന്നെയാണ് ഇപ്പോൾ അല്ലേ, ഒരുപാട് വട്ടം കാട്ടി തന്നിക്കണില്ല ഞാൻ ഈ പുട്ടുണ്ടാക്കണത്. എന്തപ്പോൾ കാട്ടണേ? മക്കൾക്ക് തൃപ്പതി അതാണ് വെച്ചാൽ എന്തപ്പോൾ കാട്ടുക. മക്കൾക്കും ഒക്കെ പുട്ട് ഭയങ്കര തൃപ്പതിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും പുട്ടിനുള്ളതൊക്കെ ഞാൻ ചാക്കേരിയൊക്കെ പൊടിച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പം നാളെ ഒരു കമൻറ്റ് ഉണ്ടേനി. ഇപ്പം ഞാൻ ഇന്നലെയാണ് ആ കമൻറ്റ് കണ്ടിട്ടുണ്ടാണ്. ആ ഇന്നലെ കണ്ടപ്പോൾ അതിന് കമൻറ്റിൽ പിന്നെ ഇപ്പം ഇന്നും പുട്ടിടലുണ്ടായി. നമ്മളെ ചാക്കേരി പുട്ടുണ്ടാക്കുമ്പോൾ പൊടി വറുക്കൊന്നും വേണ്ടേ, അച്ചേർക്ക് പുട്ട് ചുട്ടാൽ നന്നാവുമോന്ന്. നല്ല അടിപൊളിയായിട്ട് നന്നാവും കേട്ടോ. നമ്മളെ ചാക്കേരി പുട്ടാണ് ഇത്. ചാറൊക്കെ പാർന്ന് കുഴച്ച് തിന്നാൻ എന്ത് രസമാണെന്നറിയാം. ഒരു വറുക്കലും വേണ്ട കേട്ടോ. വറുക്കാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടില്ല പുട്ടുണ്ടാക്കിയെടുക്കാം. ഇനി നോക്കിക്കോളി ഇത് ചുട്ടുകാണ്ട് എടുക്കുമ്പം. അപ്പോൾ നമ്മൾ മിന്നോട്ടിൽ നിന്ന് രാവിലെ തന്നെ നീച്ചിക്കണം കേട്ടോ. അപ്പോൾ ഉളറമ്മച്ചിയെ കുറച്ച് ചായ അരിയാണ്. അപ്പോൾ ഓക്ക് ഞാൻ കുറച്ച് ചൂടിൻ്റെ ചായ ഓക്ക് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഓളതങ്ങനെ കുടിച്ചിക്കാണ്ട് കുത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇച്ചും തന്നെ ചായ പാർന്ന് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പാർന്ന് വെച്ച ചായ മൂപ്പത്തേര് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടുകൊണ്ട് അവിടെ തന്നെ വെച്ചിക്കണം കേട്ടോ. അങ്ങനെ ഞാനിതാക്കണേ പുട്ടൊക്കെ ചൂടാനും വേണ്ടി വെച്ച് ആവിയൊക്കെ വന്നപ്പോൾ ഞാനിതാക്കണേ നമ്മളെ പുട്ടൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നോക്കിക്കോളിട്ടോ, വർക്കൊന്നും വേണ്ട കേട്ടോ. വർക്കാതെ തന്നെ നമ്മൾ അടിപൊളിയായിട്ടില്ല സൂപ്പറായിട്ടില്ല
പുട്ടി നമുക്ക് ചുട്ടെടുക്കാം. അത് നമ്മൾ തലേന്ന് തന്നെ ചാക്കരി വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് രാവിലെ ഓട്ടപാത്രത്തിൽ ഊറ്റിയിട്ട് പിന്നെ അതിൻ്റെ വെള്ളം ചോർന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു തുണിയിൽ വിരിച്ചിട്ടിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചുട്ട പുട്ടാണ് കണ്ടില്ലേ. അപ്പോൾ ഞാൻ തേങ്ങ അങ്ങനെ ഇട്ടിട്ടില്ലേ കേട്ടോ. അപ്പോൾ കത്തിയോണ്ടൊന്ന് മുറിച്ചെടുത്തേക്കാണ് 3 കഷ്ണാക്കി എടുത്തേക്കണം കേട്ടോ. നമ്മളിങ്ങോട്ട് ലെയറായിട്ട് ഇടാതെ തേങ്ങയൊന്നും ഇപ്പോൾ നമ്മളെടുത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് കത്തി തന്നെ ശരണം ആയതി കണ്ട് ഞാൻ കത്തി കൊണ്ടാണ് മുറിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല സോഫ്റ്റ് ഉള്ള പുട്ട് കിട്ടുമ്പോൾ മക്കളെ എങ്ങനെയാണ് നമ്മൾ പുട്ട് ചൂടാതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിനെന്തൊക്കെ കമൻറ്റ് വരികയെന്നില്ല നമുക്ക് പടച്ചമ്പുരാൻ തന്നെ അറിയുള്ളൂ. ഏതായാലും കടലയൊക്കെ വെന്തിക്കണം കേട്ടോ. ഞാനിട്ട് കടല ഇതാക്കണേ മിക്സീൻ്റെ ജാറിലിട്ട് കുറച്ചെടുത്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് തേങ്ങയും ഒരു ചെറിയ ഒരു ജീരുള്ളി 2 ജീരുള്ളിൻ്റെ പോണയൊക്കെ എടുത്തിട്ട് അരച്ചിക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്സീൻ്റെ ജാറൊക്കെ ഒന്ന് കേകി പാർന്നിക്കണം കേട്ടോ. ഇനി ഇതാക്കണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിക്കണേ. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങ ഒന്ന് തിളക്കണമല്ലോ. പിന്നെ നമുക്ക് ചാറൊക്കെ ഒന്ന് തൂമിച്ചെടുക്കും വേണം. അപ്പം ഞാൻ അതവിടെ കടന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതിന് പുട്ടൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ ചൂടണമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണേ. അപ്പോൾ കണ്ടില്ലേ ചാറൊക്കെ തിളച്ച് പിന്നെ ചട്ടിയിൽ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഉള്ളിയും കരിയപ്പൊക്കെ ഇട്ടിക്കണേ. ഞാൻ മുന്നോട്ട് ഇങ്ങനെ ടാറ്റൊക്കെ തരികയാണ്. ഓളറിയുമ്പോൾ ചെഞ്ഞൊന്ന് കാട്ടി കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ മുടിയൊക്കെ കണ്ടാൽ മതി. അപ്പോൾ ഓളറെ ഉറക്കത്ത് നീ ചെന്നാൽ പിന്നെ അമ്മച്ചി മുടി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞോളൊരു പൂതിയല്ലേ ഇത് കണ്ട് ഓളെന്ന് കാണിച്ചു കൊടുത്തിക്കണം കേട്ടോ. അപ്പം ഓളിങ്ങനെ പുട്ടായോ ചാറായോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഓൾക്ക് ഭയങ്കര തൃപ്തിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പുട്ടുണ്ടാക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ചാറൊക്കെ തൂമിച്ച് കുറച്ച് വെള്ളമൊക്കെ പാർന്നിക്കണം കേട്ടോ. അപ്പോൾ കടലയും ഒക്കെ അരച്ച് പാർന്നുകൊണ്ട് തന്നെ നല്ല കുറുന്നനുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം വിട്ടാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അപ്പോൾ അങ്ങനെ ചാറായി പിന്നെ ഇനി മക്കൾക്കൊക്കെ ചായ കൊടുക്കുകയാണ് കേട്ടോ. പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞേക്കണം കേട്ടോ. ഇതാക്കണേ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് പുട്ട് കണ്ടില്ലേ. സൂപ്പർ പുട്ട്. ഇങ്ങനെ പുട്ടുണ്ടായാൽ മക്കളെ നമ്മളെന്നും പുട്ടുണ്ടാക്കൂലേ ഉണ്ടാക്കൂലേ പുട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ ഇതാക്കണേ ഞാൻ ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് പൊട്ടിച്ച് കണ്ടോ എനിക്കൊന്ന് പൊട്ടിച്ച് കണ്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ചാറൊക്കെ പാർന്ന് കൊടുത്തേക്കണേ. കടലച്ചാറ് നല്ല അടിപൊളിയായിട്ടുള്ള കുറുന്നനൻ്റെ കടലച്ചാറാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ. മക്കൾ ചായയൊക്കെ കുടിച്ചിട്ട് ഓലൊക്കെ മദ്രസക്ക് പോയിട്ടോ. മണ്ടി പോകണുണ്ട് കേട്ടോ എല്ലാവരും. അപ്പം അങ്ങനെ ഓലൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ അടിച്ചാണ് കേട്ടോ. കാണിങ്ങളതിൻ്റെ ഒരു പുട്ടിൻ്റെ ഒരു ചൊർക്ക് മാത്രമൊന്നുമല്ല തിന്നാനും നല്ല രസമാണ്. അങ്ങനെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെന്താട്ടി നമ്മളെ തക്കാളിയൊക്കെ കുഴിച്ചിട്ടീനല്ലോ. ആ തക്കാളിയൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അന്നേരം അന്തിക്ക് നമ്മൾ നനക്കാൻ മറന്നതല്ല. നമ്മളിങ്ങനെ മഴ വരുന്നുണ്ട് കണ്ട് നമ്മൾ നനച്ചിട്ടില്ലേ. അപ്പോൾ പിന്നെ എന്താട്ടി മഴ പെയ്തതുമില്ല നമ്മൾ നനച്ചതുമില്ല. അപ്പോൾ രാവിലെ നമ്മളൊന്ന് ഇറങ്ങിയേക്കണം കേട്ടോ നനക്കാൻ. നമ്മൾ തക്കാളിയും പയറും വൈതലങ്ങയും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നമ്മളങ്ങനെ നനച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ ഒക്കെ നനച്ചെടുത്തിട്ട് പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മിറ്റമൊക്കെ അടിച്ചു വരികയാണ് കേട്ടോ. നമ്മൾ മിറ്റടിച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെടി നനക്കാനും അതേമാതിരി പച്ചക്കറിയൊക്കെ നനക്കാനും വേണ്ടി നമ്മൾ ഇറങ്ങൽ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ ചായയൊക്കെ പള്ളിയിലായപ്പോൾ നല്ല സമാധാനമാണല്ലോ. അല്ലെങ്കിൽ മിറ്റടിച്ചൊരി വന്നിട്ടാണ് നമ്മൾ ചായ അടിച്ചത്. ഇന്ന് ചായ കുടിച്ചിട്ടാണ് നമ്മൾ മിറ്റടിച്ചൊരിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് മൂറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. പാത്രങ്ങളൊക്കെ ഒന്നൊക്കെ ആദ്യം അങ്ങോട്ട് ഉരച്ച് നമ്മൾ ആ ബേസിനിൽ കണ്ടിട്ട് പിന്നെ നമ്മൾ അങ്ങനെ മൂറിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലാച്ചെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ നിർത്തേണ്ടി വരും. അപ്പോൾ ഞാൻ നിർത്തേണ്ടി വരും പറഞ്ഞപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറിന് അങ്ങനെയൊന്നും ഞങ്ങൾ എന്നെക്കൊണ്ട് നിർത്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സപ്പോർട്ട് മാത്രം മതി കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങളൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാണ്. അങ്ങനെ ഏതായാലും നമ്മൾ പാത്രങ്ങളൊക്കെ മോറിക്കഴിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ മോറിക്കഴിഞ്ഞ് നമ്മൾ ചോറ്റിനില്ല വെള്ളം വെക്കണേ. വെള്ളമല്ല ചോറ് തന്നെ വെക്കുകയാണ് കേട്ടോ. അന്ന് കുക്കറിലാട്ടോ വെക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പത്ത് തന്നെ ഇനിയല്ലോ വെച്ചിനത്. ഇന്നിപ്പോൾ കുക്കറിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് അവിടെ കിടന്ന് വേഗട്ടെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തീമിട്ട് പിന്നെ ഞാൻ തിരുമ്പാനുള്ളത് ഞാൻ വെള്ളത്തിലിട്ടേക്കൂട്ടോ. നമ്മളെ മെഷീനിൽ ഇട്ടിച്ചിട്ട് സോപ്പും പൊടി ഇട്ട് കണ്ട് ഒന്ന് കറക്കിയിട്ട് നമ്മളവിടെ വെക്കുന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ തിരുമ്പുക നമ്മളെ മെഷീൻ ഓണാക്കി കൊടുക്കുക. അപ്പോൾ നല്ല
ഉസാറായിക്കാരം കേട്ടോ. പിന്നെ ജീനു പറഞ്ഞു ഇഞ്ച പേൻ്റെ കുപ്പായോ അതിലിടരുതിട്ടമ്മ ആയിക്കോട്ടെ പറഞ്ഞു. അത് ഞാൻ കൊണ്ടുപോയി കല്ലുമ്മ തിരുമ്പി എടുത്തുക്കണം കേട്ടോ. അങ്ങനെ അതാക്കണേ നമ്മൾ മീനൊക്കെ നന്നാക്കിക്കണം കേട്ടോ. അയില മീനും നന്നാക്കി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പെരിഞ്ചീരകവും ഇട്ട് വെച്ചിക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് കുഴക്കണം. എന്ന് ഞാൻ തല മുറിച്ച് മാറ്റലാണ്. ഇന്നിപ്പോൾ തല മുറിച്ച് മാറ്റിക്കൊന്നല്ല, ഇന്ന് തലയോട് കൂടിയാണ് നമ്മൾ മീൻ പൊരിച്ചത് കേട്ടോ. അപ്പോൾ ഇനി മക്കൾക്ക് തലയൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ ഒന്ന് നല്ലോണം ഒന്ന് ഇതാക്കി വെക്കണ്ട. തലേൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ മസാല തേക്കണമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ നമ്മൾ ഈ മസാലയിൽ. അപ്പോൾ ഞാൻ കുറച്ച് കൂടി വെള്ളമൊക്കെ പാർന്നിട്ട് പിന്നെ ഞാൻ ലൂസാക്കി എടുത്തിട്ട് ഒക്കെ സെറ്റാക്കി എടുത്തുക്കണം. അപ്പോൾ അതാക്കണം ഞാൻ ചട്ടിയിലിട്ടുക്കണം കേട്ടോ മീൻ. അപ്പോൾ ഇനി മീനൊക്കെ അവിടെ കടന്ന് വേകട്ടെ. അപ്പോൾ നമ്മളെ ചാറ് ഇതാക്കണം തൂമിച്ചാനും വേണ്ടി ഞാൻ ഉള്ളി ഒക്കെ ചാറ് തൂമിച്ചാനല്ല മക്കളെ, ചാറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ചാറെത്താന്ന് അറിയാം, തക്കാളി കളിച്ചതാണ് കേട്ടോ. കുറേ ദിവസമായിരിക്കണം തക്കാളി തളിച്ചിട്ട്. ജീരുള്ളി അരിഞ്ഞിട്ട് തക്കാളി അരിഞ്ഞ് പിന്നെ പച്ചമുളക് ഇട്ടിട്ട് തക്കാളി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് നമ്മൾ കഞ്ഞിൻ്റെ വെള്ളം പാർന്ന് കൊടുക്കാം. അപ്പോൾ തക്കാളി വാടാനും വേണ്ടി നമുക്ക് എന്താട്ടാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ കടലച്ചാറ് വെച്ച ഓർമ്മയിലാണ് കേട്ടോ ചാറ് തൂമിച്ചാനെന്ന് പറഞ്ഞത്. പിന്നെയാണ് മനസ്സിലായത് ചാറ് നമുക്ക് ഇന്ന് തക്കാളി താളിച്ചതാണെന്നുള്ളത്. അപ്പോൾ കുറേ ദിവസമായിക്കണ തക്കാളി താളിപ്പ് ഉണ്ടാക്കിയിട്ട്. ഇത് നല്ല രസമാണ് ചാറ്റിക്ക്. എല്ലാവർക്കും തൃപ്പതിയാണോ എന്നറിയില്ല, നമുക്ക് തൃപ്പതിയാണ് കേട്ടോ. നമുക്ക് തൃപ്പതി ഇല്ലല്ലേ നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുകയുള്ളൂ അല്ലേ. അങ്ങനെ അതാക്കണേ നമ്മൾ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം കൂടി പാർന്ന് കൊടുത്തുക്കണേ. അപ്പം ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ചോറൊക്കെ വെച്ച് ഊറ്റിക്കണം കേട്ടോ. അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം ചൂടുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളക്കും. അപ്പോൾ മീനൊക്കെ ഒരു ഭാഗം വെന്തിക്കണേ. ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഏതായാലും അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ മീൻ മറിച്ചിടാനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കുന്നുണ്ട്. ചട്ടി നല്ലോണം ചൂടായി, ഓയിലൊക്കെ പാർന്നെടുത്ത് ഓയിൽ നല്ലോണം ചൂടായി കണ്ടിട്ട് മീനാണ്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മറിച്ചാൻ വെക്കൂട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടുക്കണോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുട്ടുതാത്ത എന്നുള്ള പേര് ഒന്നുകൂടി വെക്കൂട്ടോ. നമുക്ക് ഈ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് ഏതായാലും നമുക്ക് ആ വിളിച്ചിടീന് ഒരു കുഴപ്പമില്ല കേട്ടോ, സന്തോഷമുള്ളൂ. നിങ്ങളൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി, നമുക്ക് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. ഇൻഷാ അല്ലാ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ഇനി നാളെ വരണ്ട്. നാളെ ഇതൊക്കെ തന്നെ ഈ ചോറും കൂട്ടാനൊക്കെ വെക്കണത് തന്നെ കേട്ടോ. നമുക്ക് നാടൻ വിഭവങ്ങളോടാണ് നമുക്കിഷ്ടം കേട്ടോ. അങ്ങനത്തെ ഒരു കുടിക്കാരത്തിയാണ് നമ്മൾ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം നമ്മൾ ഒരു സാധാരണക്കാരത്തിയാണ് എന്നുള്ളത്. അങ്ങനത്തെ സാധാരണ വിഭവങ്ങളാണ് നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുക എന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. സ്ഥിരം കാണുന്നവർക്ക് കേട്ടോ. അല്ലാത്തവർ ഇനി മുതൽ സ്ഥിരം കാണാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. നമ്മളെ സനുട്ടൻ ചോറ്റിന് വന്നതാണ്. അപ്പോൾ ഓന് ചോറും മീനും കൊടുക്കണം. പിന്നെ ഞാൻ 2 പപ്പടം പൊച്ചിനി കേട്ടോ. പിന്നെ അച്ചാറും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓനെ തലയൊന്നും വേണ്ടായിരുന്നു. തല ഞമ്മക്കാണ് കേട്ടോ. പൈലത്തല അളിയനില്ല എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ അയിലത്തല ഇമ്മച്ചിക്കില്ലതാണ് കേട്ടോ. അപ്പോൾ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.